ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു വാഴയ്ക്ക തോരനാണ് വയ്ക്കാൻ പോകുന്നത്. വാഴയ്ക്കയും സവാളയും അരിഞ്ഞു വെച്ചു. അതിൽ ഉപ്പും മുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളും വലിയ കഷ്ണവും ഒരുപോലെ അരിയാൻ പറ്റിയില്ല, എനിക്ക് കൈ വഴി, അതുകൊണ്ട് ഇങ്ങനെ അരിയാൻ പറ്റുള്ളൂ. കടുകിട്ട് പൊട്ടുന്നു. കടുകിട്ട് പൊട്ടുമ്പോൾ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ടാൽ ഇത് നല്ല രുചി കിട്ടും. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. മഴയാ, പുറത്ത് നല്ല മഴ പെയ്യുന്നു. കറിവേപ്പില പറിക്കാൻ പോകാൻ വയ്യ. അതിനകത്തേക്ക് വാഴയ്ക്ക, സവാള അരിഞ്ഞ് വെച്ചത് തട്ടി. പെട്ടെന്ന് കൈ ചലനക്കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇളക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എൻ്റെ ആവുന്നതിന് ഞാൻ ഇളക്കുന്നുണ്ട്. കൈക്ക് ചലനക്കുറവായതുകൊണ്ടാണ്. എന്തായാലും ഒരുമിച്ച് ഒരു തോരനല്ലേ, ലാസ്റ്റിൽ ആ ഒരു ഇളക്കം കൊണ്ടല്ലിടാം ഉപ്പും മുളകും പൊടിയൊക്കെ എത്തിക്കൊള്ളും. ഇതിൽ കഴിഞ്ഞിട്ട് തോരൻ അരച്ച് ചെയ്യണം. വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര അരച്ച് വെച്ചേക്കുക, പൊടിച്ച് വെച്ചേക്കുക. അത് ഇതിലോട്ട് തട്ടി കൊടുക്കണം. തട്ടി കൊടുത്തിട്ട് ഇളക്കണം. ഒരു കൈ കൊണ്ട് ഇളക്കാനാണ് പ്രയാസം എനിക്ക്. ഒരു കൈ കൊണ്ട് ഫോണ് പിടിക്കുകയാണ്. എന്നാലും നോക്കാം. ഈ അരച്ച മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വെച്ചു. വാഴയ്ക്ക് വേവാനുണ്ട്. വാഴയ്ക്ക് ഞങ്ങളുടെ ഈ സ്ഥലത്ത് നിന്ന് വെട്ടിയതാണ്. രാവിലെ കൊല വെട്ടിക്കൊണ്ട് പോകാൻ നേരത്ത് രണ്ട് കായ്ക്ക് കീറൽ പോലെ വന്നു. എല്ലാവരും എന്താ അറിയുന്നതെന്ന് അറിഞ്ഞൂടാ. രണ്ട് കാ വെടിച്ചു പോയി. അതിനാണ് തോരനെടുത്തത്. നല്ല വേവുള്ളതുകൊണ്ട് എന്നെക്കൊണ്ട് ഇളക്കാൻ പ്രയാസമാണ്. എന്നാലും ഒരുവിധമൊക്കെ ഇളക്കിയെന്ന് തോന്നുന്നു. മൂടി വെച്ചിട്ട് ആവി വരട്ടെ. ആവി വന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. പിന്നെ കറിയൊക്കെ നല്ല രുചി കുറവാണ്. എല്ലാവരും പറയും പോലെ മെനയോടെ ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല. അറിയാം, എന്നെക്കൊണ്ട് സാധിക്കില്ല. എന്നാലും ഞാൻ എൻ്റെ വീട്ടിലുള്ള ആഹാരമൊക്കെ ഞാൻ തന്നെയാണ് വയ്ക്കുന്നത്. അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചിട്ട് വെന്തൊഴിച്ച് തുറന്ന് ഒന്നുകൂടി ഇളക്കിയെടുക്കുമ്പോൾ വാഴയ്ക്ക തോരൻ റെഡി.